ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൂടെ ചെയ്യാൻ പോകുന്നത് പഴയ ബുക്കിൻ്റെ കവർ വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ് കേട്ടോ ഇത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്ത് അതിനകത്ത് ഓൾ എന്ന ഓപ്ഷനും കൊണ്ട് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി നമ്മുടെ ക്രാഫ്റ്റ് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കോമ്പസ് എടുത്തിട്ട് ഒരു 4 സെൻറ്റിമീറ്റർ എടുക്കുക. എന്നിട്ട് ഇതുപോലെ നമുക്കൊരു സർക്കിൾ വരച്ചെടുക്കാം. നിങ്ങൾക്ക് ഇതിന് പകരം വേറെ എന്തെങ്കിലും റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും പാത്രം അടപ്പമൊക്കെ എടുക്കാം. അപ്പോൾ നമ്മളൊരു റൗണ്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സിസേഴ്സ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് 2 എണ്ണം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് തന്നെ വെച്ചിട്ട് റൗണ്ട് വരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു യെല്ലോ കളർ പേപ്പറിൽ ഒരു ഇമോജി ഇങ്ങനെ വരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് നേരത്തെ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇതിന് പകരം വേറെ ഏത് ഇമോജി വേണമെങ്കിലും വരയ്ക്കാം. ഇതെന്നിട്ട് നമ്മൾ ഒരെണ്ണത്തിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കാനായിട്ട് നമുക്ക് ഏത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇമോജി ഡിസൈനിന് പകരം വേറെ ഏത് ഡിസൈൻ വേണമെങ്കിലും കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേറെ ഷേപ്പിലൊക്കെ ഉണ്ടാക്കാം. ഇപ്പം എന്തെങ്കിലും ഗിറ്റാറിൻ്റെ ഷേപ്പിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഷേപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ബുക്ക് കവർ എടുക്കുമ്പോൾ ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സർക്കിളിൽ നമുക്ക് മഞ്ഞ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. അതിനകത്ത് ഡിസൈൻസ് ഒന്നും ചെയ്യണ്ട. ഇത് വെച്ചിട്ട് നമ്മളൊരു ബുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിന് നമുക്ക് A4 സൈസ് പേപ്പർ എടുക്കാം. അതിൻ്റെ മുകളിൽ നമുക്ക് നമ്മുടെ ഇമോജിയുടെ ആ ഒരു ഇത് വെച്ചിട്ട് ഒരു സർക്കിൾ വരച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ A4 സൈസ് പേപ്പർ ഫുള്ളും വരച്ചെടുക്കണം. വരയ്ക്കുമ്പം ഇതുപോലെ 2 അറ്റത്തും 2 സർക്കിൾ, പിന്നെ അതിൻ്റെ നടുക്ക് വേറൊരു സർക്കിൾ, അങ്ങനെ വെച്ച് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ A4 സൈസ് പേപ്പറും യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഫുൾ സർക്കിളും വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫുൾ സർക്കിളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു A4 സൈസ് ഷീറ്റിൽ നിന്ന് 8 സർക്കിൾ കിട്ടും. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 2 A4 സൈസ് ഷീറ്റാണ്. അപ്പോൾ എനിക്ക് 16 സർക്കിൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും പേപ്പർ യൂസ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച 2 സർക്കിൾ ഷീറ്റ് എടുത്തിട്ട് ഇങ്ങനെ പുറകിലും മുമ്പിലായിട്ട് വെച്ച് കൊടുത്ത് നമുക്ക് സ്റ്റാപ്ലർ ചെയ്യാം. നമുക്ക് 2-3 പ്രാവശ്യം സ്റ്റാപ്ലർ ചെയ്യണം. പുറകിൽ നിന്നും മുമ്പിൽ നിന്നൊക്കെ സ്റ്റാപ്ലർ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കുറേ പേജസ് എടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റാപ്ലർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണ്. നമുക്ക് ഈ ബുക്ക് ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി എഴുതാനായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ എന്തെങ്കിലുമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മറന്നു പോകാതിരിക്കാനായിട്ട് ഇതിനകത്ത് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതും, പിന്നെ സജഷൻസൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ എല്ലാ കമൻസിനും റിപ്ലൈ തരുന്നതാണ്. പിന്നെ ഈ ഒരു ബുക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ട്രൈഡ് പിക്സൊക്കെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലോട്ട് അയച്ചു തരണം കേട്ടോ. അപ്പോൾ ആ ട്രൈഡ് പിക്സൊക്കെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ലൊരു ക്രാഫ്റ്റ് ആയിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക് യു.